വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ട്രഷർ ഹണ്ട് എപ്പിസോഡ് 5. കഴിഞ്ഞ 4 കടമ്പകളും നിങ്ങൾ കടന്നു എന്ന് കരുതുന്നു. എക്സാം ബൈ ട്രഷർ ഹണ്ടിലെ ഗ്രാൻഡ് ഫിനാലെ റൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ആൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത കടമ്പയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 5ാമത്തെ ഫയൽ നമ്മളിതാ തുറക്കാൻ പോകുന്നു. കഴിഞ്ഞ 4 ഫയലുകളിലെയും ചോദ്യങ്ങൾ ചടപടേനെ നിങ്ങൾ ഉത്തരം കണ്ടെത്തി. 5ാമത്തെ ഫയലിലെ സൂചനകൾ അത്ര എളുപ്പമല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വടക്കേ അറ്റം മുതൽ കിഴക്കും പടിഞ്ഞാറും താണ്ടി ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിച്ചു. ഈ ഫയൽ തുറക്കപ്പെടുന്നത് സത്യവും ധർമ്മവും അലിഞ്ഞു ചേർന്ന ഇന്ത്യയുടെ മണ്ണിലേക്കുള്ള ഒരു ക്ഷണക്കത്ത് കൂടിയാണ്. പേടിച്ചല്ലേ? പേടിക്കാനൊന്നുമില്ല. സൂചനകൾ നമുക്കൊന്ന് നോക്കാം. വരൂ. 5ാമത്തെ ഫയലിലെ ആദ്യ സൂചനകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധമുള്ള, കാറ്റിൽ പോലും സ്നേഹം നിറച്ച നഗരത്തിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ഏതൊക്കെയാണ് സൂചനകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 1ാമത്തെ സൂചന ഇതാ എത്തിക്കഴിഞ്ഞു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗവേഷണ കേന്ദ്രം IISR. ലോകം മുഴുവൻ ഒരു കാലത്ത് തേടി നടന്ന കറുത്ത പൊന്ന്, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ശാസ്ത്രീയമായി പഠിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR ഇവിടെയാണുള്ളത്. ലോകത്തിലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ഏതാണ് ഉത്തരം കണ്ടെത്തിയെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്തോളൂ. 2ാമത്തെ സൂചനയ്ക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 2ാമത്തെ സൂചന ഇതാ എത്തിക്കഴിഞ്ഞു. യെസ്, ബേപ്പൂർ ഉരു. ഇരുമ്പാണികൾ ഇല്ലാത്ത കപ്പലുകൾ. ആധുനിക എഞ്ചിനീയറിംഗ് വരുന്നതിനും മുൻപേ മരപ്പലകകൾ തമ്മിൽ ചേർത്ത് വെച്ച് കയറുകൊണ്ട് തുന്നിക്കെട്ടി ഉണ്ടാക്കുന്ന വമ്പൻ കപ്പലുകൾ. ബേപ്പൂരിലെ ഉരു നിർമ്മാണം ലോകത്തിലെ തന്നെ പ്രശസ്തമായ സംഗതിയാണ്. ഗണിതശാസ്ത്രവും തച്ചുശാസ്ത്രവും നാവൽ ആർക്കിടെക്ചറും അത്ഭുതകരമായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. 3ാമത്തെ സൂചനയിലേക്ക് കൂടെ പോയി നോക്കാം. റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം. മലബാറിലെ ശാസ്ത്ര കുതുകികൾക്ക് വിസ്മയമൊരുക്കുന്ന ഒരിടം. ഇവിടുത്തെ പ്ലാനറ്റോറിയവും 3D തിയേറ്ററും ശാസ്ത്ര പാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ അറിവ് പകരുന്നു. പ്രപഞ്ച രഹസ്യങ്ങൾ ഇവിടെ ലളിതമായി ചുരുളഴിയുന്നു. ഇനി 4ാമത്തെ സൂചന കൂടെ കിട്ടിയാൽ ട്രഷറിലേക്കുള്ള ദൂരം വളരെ 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 കുറഞ്ഞു വരികയാണ്. 4ാമത്തെ സൂചന ഇതാ കിട്ടിക്കഴിഞ്ഞു. കേട്ടോളൂ. ചരിത്രം തിരുത്തിയ തീരം കാപ്പാട് ബീച്ച്. 1498 വാസ്കോഡഗാമ കപ്പലിറങ്ങിയതോടെ ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മണ്ണ്. കടൽ വഴിയുള്ള വ്യാപാരത്തിന്റെ മാരിടൈം ട്രേഡ് പുതിയ അധ്യായം ലോകത്തിന് തുറന്നു കൊടുത്തത് ഈ തീരത്തു നിന്നാണ്. ഏതാണെന്ന് കിട്ടിയെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്തോളൂ. ഇല്ല എങ്കിൽ 5ാമത്തെ സൂചന കൂടെ കേട്ടോളൂ. 5ാമത്തെ സൂചന ഇതാ ജലഗവേഷണത്തിന്റെ ആസ്ഥാനം. ജലഗവേഷണത്തിന്റെ ആസ്ഥാനം അഥവാ CWRDM. ജലവിഭവങ്ങളുടെ സംരക്ഷണത്തിനും വിനിയോഗത്തിനുമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ്. ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും കിട്ടിയില്ലെങ്കിൽ 6ാമത്തെ ക്ലൂവിലേക്ക്, 6ാമത്തെ സൂചനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 6ാമത്തെ സൂചന ഇതാ. മധുരമുള്ള തെരുവും സത്യത്തിന്റെ നഗരവും. സാമൂതിരി രാജാക്കന്മാർ വാണ നാട്. ഒരു നഗരത്തിന്റെ ആത്മാവ് അതിന്റെ തെരുവുകളിലാണ് എന്ന് തെളിയിക്കുന്ന മിഠായി തെരുവ് SM സ്ട്രീറ്റ് ഈ നഗരത്തിലാണുള്ളത്. സ്നേഹവും സൽക്കാരവും ഒപ്പം രുചിയേറിയ ഹൽവയും ഈ നഗരത്തിന്റെ മുഖമുദ്രയാണ്. അറബിക്കടലിന്റെ റാണിക്ക് തൊട്ടടുത്ത് സത്യത്തിന്റെ തുറമുഖം, സിറ്റി ഓഫ് ട്രൂത്ത് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഈ നഗരം ഏതാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യെസ്, കഴിഞ്ഞ 5 ചോദ്യങ്ങളിലെയും ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി. ഉത്തരങ്ങൾ ചേർത്ത് വെച്ചാൽ that's the key for your treasure. നിധിയിലേക്കുള്ള നിങ്ങളുടെ താക്കോൽ ആ കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. 5 ക്ലൂകളും 5 ഉത്തരങ്ങളും ചേർത്ത് വെച്ചാൽ 5 ഉത്തരങ്ങളും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ that is the key that we are searching for. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ സാൻഡി മാൻ, എക്സാൻവയുടെ പ്രിയപുത്രനായിട്ടുള്ള സാൻഡി മാൻ നിങ്ങൾക്കായിട്ട് ഒരു ക്ലൂ കൂടെ തരാൻ പോകുന്നു. ഇതാ കേട്ടോളൂ.
ശ്രദ്ധിക്കുക, ഇതൊരു വെറും വസ്തുവല്ല. ചരിത്രം കുറിച്ച യുദ്ധക്കളങ്ങളിൽ ജനിച്ച ഗണിതശാസ്ത്രത്തിന്റെ കൃത്യതയുള്ള ഒരു സമവാക്യമാണ്. അളവുകളും അനുപാതങ്ങളും തെറ്റാതെ താപത്തെയും സമയത്തെയും നിയന്ത്രിച്ച് നിർമ്മിച്ച ഒരു രാസപ്രക്രിയ. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ആവിയെയും മർദ്ദത്തെയും പുറത്തുവിടാതെ തളച്ചിടുന്ന തെർമോഡൈനാമിക്സ് വിദ്യയാണിത്. ഹൈദരാബാദിന്റെ അഗ്നിയും ലക്നൌവിന്റെ വായുവും കൊൽക്കത്തയുടെ ഭൂമിയും ഡൽഹിയുടെ കരുത്തും ഒടുവിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആത്മാവും ഇതിനുള്ളിൽ സ്പന്ദിക്കുന്നു. യെസ്, ഇതാണ് ഏറ്റവും അവസാനത്തെ ക്ലൂ. ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം അവസാനത്തെ ട്രഷറിലേക്കുള്ള കീയും നിങ്ങൾ കൈക്കലാക്കിയെന്ന് വിചാരിക്കുന്നു. കണ്ടെത്തി പെട്ടെന്ന് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അറിവിൻ രണാങ്കണ ഭൂമിയിൽ ഇനിയും ഇതുപോലെയുള്ള എപ്പിസോഡുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. എക്സാൻവൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.